കൂട്ടുകാരെ നമസ്കാരം. ഹരിയാനയിലാണ് കെയ്ത്താൽ ഗ്രാമം. കിടിലൻ കാഴ്ചകളാണ്, കണ്ടാലോ? ബർത്ത്ഡേ ആഘോഷമാണ്. ഒരുപാട് കാലത്തിന് ശേഷം ഇവിടെ ഒരു കുടുംബത്തിലെ ഒരു മോളെ കിട്ടി, രുദ്രാക്ഷി. നമുക്ക് ലഡുവും തന്ന് ഡാൻസും കളിച്ച് ഭയങ്കര ആംബിയൻസ് ആയിരുന്നു. കടുവ് പാടങ്ങളൊക്കെ പൂത്തു നിൽക്കുന്ന സമയമായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങ് കുറച്ച് ദൂരെ എത്താനുള്ളത് കൊണ്ട് നിർത്തിയില്ല. തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്നായിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല, സന്ധ്യയുമായിപ്പോയി. പക്ഷേ പോകുന്ന വഴിക്ക് മറ്റൊരു കാഴ്ച കണ്ട്. ചെമ്മരിയാടിൻ്റെ കൂട്ടങ്ങൾ കുറേ ഉണ്ട്. അത് ഒന്നും രണ്ടൊന്നും അല്ല, പല പ്രായത്തിലുള്ള, പല വലിപ്പത്തിലുള്ള, പല നിറത്തിലുള്ള. ഇത്രയും അടുത്ത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ചെമ്മരിയാടുകളെ. ഇങ്ങനെ എന്താ പറയണ, മേച്ച് ഒരാളിങ്ങനെ കൊണ്ടുവരികയായിരുന്നു. ഇരുട്ട് തുടങ്ങണ, അതായത് ഈ സന്ധ്യ മയങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഈ വെയിലുണ്ടല്ലോ, സ്വർണ്ണ നിറത്തിലുള്ള വെയിലായിരുന്നു. അതിങ്ങനെ അതിൻ്റെ പുറത്ത്, ഇതിന് തന്നെ ഒരു ചെമ്പൻ കളറാണല്ലോ, അതിൻ്റെ പുറത്ത് തട്ടി ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ആ പ്രദേശത്തിന് ഒരു വല്ലാത്തൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു. അതെ, ഇപ്പൊ കൊണ്ടുവന്നാണ് കുരുക്ഷേത്ര ജില്ല, कुरुक्षेत्र कहाँ है उसका? अच्छा, ഈ കഴുതയുടെ എടുക്കണേ, ഈ കഴുത വീഡിയോ പോയി പാല് കുടിക്കുന്നത് ആടുകളെ കണ്ടപ്പോൾ നമ്മുടെ സുധീർ മാഷിന് ഒരു ആഗ്രഹം, നല്ലൊരു കുട്ടി ആടിനെ എടുക്കണമെന്ന്. അപ്പോൾ ഈ ഹിന്ദി അത്ര വശമില്ലാത്തതുകൊണ്ട് ചോദിക്കാനും പറയാനൊന്നുമില്ല, ആടിനെ എടുത്തു. പക്ഷെ എടുക്കുമ്പോൾ ഒരു രസകരമായ വേറൊരു അനുഭവം ഉണ്ടായി. ആ തള്ളയാട് അതിൻ്റെ ഭാഷയിൽ നമ്മളിങ്ങനെ വഴക്കുറയണ പോലെ തോന്നി. അതിങ്ങനെ അടുത്ത് വരുന്നു ഓടുന്നു, അടുത്ത് വരുന്നു ഓടുന്നു. അപ്പം നമ്മുടെ ഈ ആട്ടിടെ നമ്മളെ മേയ്ക്കുന്ന ആൾ വലിയ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ പുള്ളി ഭയങ്കര സഹകരണമായിരുന്നു. പക്ഷെ ആട്ടിൻ്റെ കുഞ്ഞിനെ കയ്യിൽ വെച്ചിരിക്കുമ്പം ആ തള്ളയാടിൻ്റെ ഒരു ഫീൽ കണ്ടോ, വരുന്നു ഓടുന്നു, വരുന്നു ഓടുന്നു. സുരേഷ് അതും എടുത്തുകൊണ്ട് കുറേ ദൂരം നടന്നു. തള്ളയാട് തൊട്ട് പറയലുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഫോട്ടോ നേരെ നന്നായിട്ട് ഇരട്ടി തുടങ്ങി. നമ്മൾ പെട്ടെന്ന് പോകണമായിരുന്നേ. അപ്പോഴത്തേക്കാണ് ഈ പോത്തിൻ്റെ വണ്ടി വന്നത്. പിന്നെ അതിനെയും വിട്ടില്ല. എൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ആയിരുന്നു.
ഡൽഹി യാത്ര കിടില അനുഭവമാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ, പിന്നെ കാണാൻ പലപ്പോഴും ആഗ്രഹിച്ച സ്ഥലങ്ങൾ, അതിൽ എല്ലാം എല്ലായിടമൊന്നും പോകാൻ പറ്റിയില്ല. എന്നാലും പ്രധാനപ്പെട്ട ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ കാഴ്ചകൾ നിങ്ങൾ കണ്ടു. ഡൽഹി വിശേഷങ്ങൾ തീരുന്നില്ല കൂട്ടുകാരെ. മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.